ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ? അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മട്ടൻ മാഗ്നീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ മുളക് പൊടി, 5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. പൊടികളെല്ലാം ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതിനെ മട്ടനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. പൊടിയുടെ ടേസ്റ്റെല്ലാം ആ മട്ടനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതിനെ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഈ മട്ടൻ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനാവശ്യമായിട്ട് 4 സവാള ചെറുതായി അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളി കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം ഒരു ബ്രൗൺ കളറിലോട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മട്ടനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൂട്ടുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയെല്ലാം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ആദ്യം കുക്കറിൽ വെച്ച് വേവിച്ചുകൊണ്ട് തന്നെ ഇത് വേവാനായിട്ട് അധിക ടൈം എടുക്കില്ല. അവസാനമായിട്ട് നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കറിയോടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ഈ മട്ടൻ കറി ചോറിൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.